അപ്പോൾ ഇന്നത്തെ പരിപാടി പോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് പോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ശകലം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന അതായത് നൈഫോ എന്താ ബ്ലേഡോ എന്തോ ആയിരുന്നാലും ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കി അല്ലെങ്കിൽ മറ്റേ ഡെറ്റോളിലൊക്കെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ആണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ അതിൻ്റെ പുറകെ ഇനി ഇൻഫെക്ഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഈ കോൾഗേറ്റ് കുറച്ചെടുത്ത് ഒരു ടിന്നിൽ കുറച്ചെടുത്തതിന് ശേഷം അതിനെ ശകലം വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഇത് മിക്സ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം കണ്ടത് ശകലം കട്ടിക്ക് അവിടെ ഇരിക്കുക. അത് കഴിയുമ്പം ആ ഒരു സ്ഥലത്ത് മാത്രമേ അത് സ്പ്രെഡ് ആവുള്ളൂ. ഇതാകുമ്പം ഫുള്ള് സ്ഥലത്തും അങ്ങ് സ്പ്രെഡായി അത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഈ ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറിയ ബ്രഷ് വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബഡ്സ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ കറക്റ്റ്. അപ്പോൾ ഈ കുട്ടിക്കാണ് ആദ്യം നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കൊന്നും ഒരു അസുഖം വരില്ല. പലരും പറയുന്ന കുട്ടികൾ ഈ പോക്സ് വന്ന ശേഷം ഡെഡായി പോകുന്നുണ്ട്, ആരോഗ്യ പ്രശ്നം. നമ്മുടെ കുട്ടികൾക്കൊന്നും ആരോഗ്യ പ്രശ്നം വരില്ല. അപ്പോൾ അത് ഈ പോക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരോഗ്യ പ്രശ്നവും പോക്സുമായിട്ട് യാതൊരു ബന്ധമില്ല. വായിക്കകത്ത് വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ചെറിയ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ എൻ്റെ പൊട്ടിപ്പോയി, തറയിൽ വീഴുന്ന പൊട്ടിപ്പോയി. അപ്പം അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആരുടെയും സഹായം ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നൈഫ് വെച്ച് ഇതിൻ്റെ ടോപ്പ് സൈഡൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്ത് കളയാം. ഇതേപോലെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റായി കട്ടെടുത്തതിന് ശേഷം ആ കോൾഗേറ്റിൻ്റെ ആ ലിക്വിഡ് പതുക്കെ ഇതിലോട്ട് നമ്മൾ ഈ മുറിവിലോട്ട് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില സമയത്ത് പ്രാവലിടുന്ന വെപ്രാളം കാണിക്കും, ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കാണിക്കും. നമുക്ക് ഇതിന് മുന്നേയൊക്കെ വന്നിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോസ്. അപ്പോൾ എന്തായിരുന്നാലും ഇതിപ്പോൾ നമുക്ക് വീഡിയോസിൽ അത് ഓൾറെഡി കാണിക്കാൻ പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരിക്കണം, ഉണങ്ങുന്നത് വരെ കാണും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് റെഡി ആകുമ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് കണക്ക് കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കൂടെ ഇവർക്ക് കൊടുക്കുക. കാരണം ഇതിൽ നിന്നും നമുക്ക് ഇവർക്ക് ഉള്ളിലൂടെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ, അത് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ആൻറ്റിബയോട്ടിക് ഞാൻ കൊടുക്കുന്ന അസിത്രാളാണ് കൊടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അസിത്രാളാണ്. അസിത്രാൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് അവരെ ഇടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ശകലം താമസിക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതേ കണക്ക് ഓരോന്നിനായിട്ട് എടുത്ത് ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് പറക്കുന്നതിന് മുന്നേ ഒരു കുട്ടി വെളിച്ചാടി അതിൻ്റെ തല കൊത്തി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ പോക്സ് രൂപത്തിൽ വന്നു. അതിനെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഞാനിതാണ്ട് ഇത് കണക്ക് അസിത്രാളെടുത്ത് കുറച്ച് കൊടുത്ത് കൂട്ടിലോട്ട് ഇടും. അതും ഞാൻ കൂടൊന്നും മാറ്റി ഇടാറില്ല, അതിൻ്റെ കൂട്ടിൽ തന്നെ ഇടും. അപ്പോൾ അവർക്ക് ആ ഒരു വിഷമം ഇത് വരില്ല, അത് ബുദ്ധിമുട്ട് വരത്തില്ല. ഭക്ഷണവും കറക്റ്റായിട്ട് എടുക്കും, വേറെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അപ്പം മറ്റേ കുട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അന്ന് പേസ്റ്റ് തേച്ച് വിട്ടായിരുന്നു. അപ്പോൾ ആ പേസ്റ്റ് തേച്ച് വിട്ടത് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ഉണങ്ങാനുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അതും കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കുട്ടിയാണ്. അതേപോലെ കണ്ടില്ലേ, കൈ വെച്ച് അന്ന് തേച്ചപ്പോൾ ഉണങ്ങിയിരിക്കണം, പേസ്റ്റോടെ ഇരിക്കുന്ന കണ്ടില്ലേ. അത് കഴിഞ്ഞപ്പോൾ ഫുൾ ഉണങ്ങി ഉള്ളിൽ അതിൻ്റെ സ്റ്റെമ്പൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ കറക്റ്റ് ഹോളായി. ഇത് അന്ന് ഇപ്പം മറ്റൊരു പ്രാവ് കൊത്തിയതാണ്, വലിയ പ്രാവ് കൊത്തിയതാണ്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് കൈ വെച്ച് ചെയ്യുന്ന ഗ്ലൗസ് ഇട്ടൂടെ. നമുക്ക് ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടില്ല. ഇത് ഈ കുട്ടിയുടെ ഇത് നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ കണ്ണ് വരെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് മറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അതാണ്ട് ഞാനത് ക്ലിയർ ചെയ്തതിന് ശേഷമുള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നവുമില്ല. ആ ഒരു ചെറിയ തന്നെ 2-3 തോലൂടെ വരുമ്പോൾ ക്ലിയർ ആവും.